ഹായ് ഗൈസ്, വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് എക്സോറ ക്യാപിറ്റൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ വീക്കുകളിൽ നമ്മളെടുത്ത യൂറോ യു എസ് ടിയുടെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. മൺഡേ ആയിരുന്നു നമ്മൾ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗണിലേക്ക് നേരെ കിടക്കാം, സമയം കളയണ്ട. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ നിന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹയർ ടൈം ഫ്രെയിമിൽ എപ്പോഴും നമ്മളൊരു മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള നരേറ്റീവോട് കൂടി മാത്രമേ ട്രേഡിങ്ങിനെ സമീപിക്കാവുള്ളൂ. ഹയർ ടൈം ഫ്രെയിമിൽ എന്താണോ മാർക്കറ്റ് നമ്മളോട് പറയുന്ന കഥ, അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ എക്സിക്യൂഷനിലേക്ക് എത്താൻ. ഓക്കെ, ദെൻ നമുക്ക് ആദ്യമേ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് തുടങ്ങാം. മന്ത്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒരു മന്ത്ലി FEG ഉണ്ടായിരുന്നു. ആ FEGയെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ടേക്ക് ഔട്ട് ചെയ്യുന്നു. ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വ്യക്തമായിട്ട് ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് സീപ്പ് ചെയ്യുന്നു. സീപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ സീപ്പ് ചെയ്യുന്നു. സീപ്പ് ചെയ്തതിന് ശേഷം അവസാനമായിട്ടുണ്ടാക്കിയ ബുള്ളിഷ് ക്യാൻഡിൽ, ഈ 3 ക്യാൻഡിലായിരുന്നു അവസാനമായിട്ടുണ്ടാക്കിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിന് താഴെ മാർക്കറ്റിന് എന്ത് ചെയ്യാനും പറ്റിയിട്ടുണ്ട്, ക്ലോസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ഈ മന്ത്ലി FEGയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള സെല്ലേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ്, ആധിപത്യം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾസോ മന്ത്ലി ക്യാൻഡിൽസ് കഴിഞ്ഞ 2 മന്തിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അതിനുശേഷം അതിൻ്റെ താഴെയായിട്ടാണ് അടുത്ത മന്തിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ഓൾസോ നമുക്ക് മന്ത്ലിയുടെ ഒരു ഡീലിംഗ് റേഞ്ചും കൂടെ ഒന്ന് വരച്ച് നോക്കാം. മന്ത്ലിയുടെ ഡീലിംഗ് റേഞ്ച് വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നത് മാർക്കറ്റ് കറൻ്റ് ഹോൾഡ് ചെയ്യുന്നത് ഏത് ഏരിയയിലാണ്, പ്രീമിയം ഏരിയയിലാണ് കറൻ്റ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ബൈക്ക് സാധ്യതയുണ്ടെങ്കിലും ഏത് ഏരിയയിൽ നിന്നായിരിക്കണം വരേണ്ടത്, ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്നായിരിക്കണം വരേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഇതിൽ ആഡ് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ. അതുകൊണ്ട് തന്നെ ഈ മന്തിൽ നമ്മൾ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കാണുന്നത് താഴേക്ക്, യൂറോ താഴേക്ക് എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് എന്തിലേക്ക് പോവാം, വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. വീക്കിലി ടൈം ഫ്രെയിം പോകുമ്പോഴും നിങ്ങൾക്ക് സെയിം കാര്യം. ഇവിടെ ഒരു വ്യക്തമായിട്ട് ഒരു സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു സ്ട്രക്ചർ വ്യക്തമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഓൾസോ മാർക്കറ്റോട് ഒരു വീക്കിലി ഇൻവേർഷൻ FEGയെ ഇൻവേഴ്സ് ചെയ്തു. ദെൻ വീക്കിലി ഇൻവേർഷൻ FEG ആയി. ആ ഇൻവേർഷൻ FEGയിൽ മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും താഴേക്ക് ഇറങ്ങിയത്. വീണ്ടും ഈ FEG എന്ത് ചെയ്തു, മാർക്കറ്റ് ഇൻവേഴ്സ് ചെയ്തു. വീണ്ടും അവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് എന്ത് സംഭവിച്ചത്, മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയത്. ഓൾസോ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ കാണാം, കഴിഞ്ഞ കുറേ വീക്കുകളായിട്ട് 1, 2, 3, 4, 5 വീക്കുകളായിട്ട് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഹൈലി ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രൂപത്തിലാണ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഈ ഒരു ഫേസിൽ സാധാരണ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിൽക്കുക എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ അത്രയും ഹൈ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അതിന് തലവെക്കാം. ഇവിടെ അങ്ങനെ ചെയ്യാൻ റീസൺ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈഡ് വേസ് മാർക്കറ്റ് ആയിട്ടും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. ഇതിന് ഇന്റേണൽ സ്ട്രക്ചറിൽ ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ. ഓക്കെ, ഇത് അതിൻ്റെ അകത്താണ് മാർക്കറ്റ് പ്ലേ ഔട്ട് ആയത്. ഇതും അതിൻ്റെ അകത്ത് തന്നെ ആയിട്ടാണ് മാർക്കറ്റ് പ്ലേ ഔട്ട് ആയത്. എന്നിട്ട് തൊട്ട് മുമ്പത്തെ വീക്കിൽ നിങ്ങൾക്ക് കാണാം, ഈ അവസാനമായിട്ടുണ്ടാക്കിയ ഈ ബുള്ളിഷ് ക്യാൻഡിലിന് താഴെയായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു, സെല്ലേഴ്സ് ആധിപത്യം എടുത്തു, അതായത് ക്ലോസ് ചെയ്തു. അതിനർത്ഥം മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് മൺഡേ എന്ത് ചെയ്തത്, ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്തത്. ക്ലിയർ. ദെൻ നമുക്ക് ഡെയിലിയിലേക്ക് പോവാം. നമ്മൾ മന്ത്ലിയിൽ പറഞ്ഞിരുന്ന സെല്ലായിരുന്നു, വീക്കിലിയിൽ പറഞ്ഞതും സെല്ലായിരുന്നു. ഡെയിലിയിലേക്ക് പോവാം. നമ്മൾ മൺഡേ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് ചെയ്ത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഏരിയയിലേക്ക് കാണാം. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ടേക്ക് ഔട്ട് ചെയ്യുന്നു. ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അതായത് അവസാനമായിട്ടുണ്ടാക്കിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് താഴെയായിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണാം, ഇതൊരു വോളിയം ഇംബാലൻസ് ആണ്. 2 വിക്കുകൾ ഒരുമിച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതിനെയാണ് വോളിയം ഇംബാലൻസ് എന്ന് പറയുന്നത്. ആ വോളിയം ഇംബാലൻസിനെ മിറ്റിഗേറ്റ് ചെയ്ത ക്യാൻഡിലാണിത്. ഓൾസോ നല്ല സെല്ലേഴ്സ് ആധിപത്യം എടുക്കുകയും ചെയ്തു. ക്ലിയർ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വരുന്ന സമയത്ത്, അതായത് മാർക്കറ്റ് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി നോക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അത് ഡെയിലി റിജക്ഷൻ ബ്ലോക്കായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു, കീ ലെവൽസും കാര്യങ്ങളും എല്ലാം പ്ലോട്ട് ചെയ്തു. ഹയർ ടൈം ഫ്രെയിമിൽ വ്യക്തമായിട്ടുള്ള നരേറ്റീവ് സെറ്റ് ചെയ്തു. എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇനി എന്താണ് വേണ്ടത്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള CRT ക്യാൻഡിൽസുകൾ വേണം. ഈ ഒരു ക്യാൻഡിൽ
വളരെ ഹ്യൂജ് ആയിട്ടുള്ള നല്ലൊരു CRT ക്യാൻഡിൽ ഡെയിലി റിജക്ഷൻ ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ കീ ലെവലിലേക്ക് മാർക്കറ്റ് വന്നു. ഓൾസോ നിങ്ങൾക്ക് വേറെ ഇവിടെ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഓൾറെഡി ഒരു 4 അവറിൻ്റെ ഒരു BPR കൂടെ ഉണ്ടായിരുന്നു. ഓൾസോ 4 അവറിൻ്റെ FEG ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾസോ മാർക്കറ്റ് ഈ 4 അവർ ഡീലിംഗ് റേഞ്ചിൻ്റെ ഏതിലുമായിരുന്നു? പ്രീമിയത്തിലും കൂടെ ആയിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ്ലി നമുക്ക് മാച്ച് ചെയ്ത് വന്നു. ദെൻ ഈ ക്യാൻഡിലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്ത സമയത്ത്, അതായത് ഈ ഒരു ഏരിയയിൽ ഈ ഹൈ സ്വീപ്പ് ചെയ്ത സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത്? ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് എന്തിലേക്ക് പോയത്? ഒരു എക്സിക്യൂഷൻ ഫേസിലേക്ക് പോയത്. നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, നേരെ 15 മിനിറ്റിലേക്ക് പോയി നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നു. ഇതായിരുന്നു ആ സമയത്തുണ്ടായ ഒരു CST എൻട്രി എന്ന് പോലെ. ഇതായിരുന്നു അവസാനമായിട്ടുണ്ടാക്കിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അതിന് താഴെ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ എൻട്രി കയറി. ക്ലിയർ? റിസ്ക് റിവാർഡ് 1:2. ഓൾസോ 4 അവർ CRT ലോയും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നോക്കാം എന്താ സംഭവിച്ചത്. ഓൾമോസ്റ്റ് 1:2.67 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഈസിലി എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ മൺഡേ എക്സിക്യൂട്ട് ചെയ്ത ട്രേഡ്. ഓക്കെ, എല്ലാവരും ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കുക. ഓൾസോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. ഉറപ്പായിട്ടും അതിന് റിപ്ലൈ കിട്ടുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്